ഇതൊന്നും ഒരിക്കലും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, തീർത്തും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ ഈ ശബ്ദത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും അത്രമാത്രം പഠിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ വന്നിരുന്ന് പറയുന്നതല്ല. കൂടുതൽ കൂടുതൽ അറിവുകൾ നേടുന്തോറും ഈ കാര്യങ്ങളിലെല്ലാം ഇനിയും ഭക്തജനങ്ങൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നാറുണ്ട്. അതിയായ സങ്കടം തോന്നാറുണ്ട് ചില സമയത്ത്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 70. മരണത്തിനും നിന്നെ വേണ്ടെങ്കിൽ നിന്നെ സൃഷ്ടിച്ചവൻ നിനക്കായി പലതും മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് ഓർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ. നമസ്കാരം. പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട വീഡിയോ സീരീസിന്റെ 41 ഭാഗത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. 41 ഭാഗം എന്ന് പറയുമ്പോൾ ഏകദേശം 40 വീഡിയോകളോളം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചെയ്തു കഴിഞ്ഞു. ഹൗ ടു പ്രേ ടു ഗോഡ്, അല്ലെങ്കിൽ ഭഗവാനോട് ശരിയായി പ്രാർത്ഥിക്കേണ്ട രീതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ചാനലിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾക്ക് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് കാണാവുന്നതാണ് കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ എന്നത്തെയും പോലെ തന്നെ ഒട്ടേറെ ഭക്തജനങ്ങളെ ചിന്തിപ്പിക്കുന്നതും അതേപോലെ അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ളതുമാണ്. തീർച്ചയായും മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അറിവുകൾ സമ്പാദിക്കുന്ന വേളയിൽ ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുന്ന അറിവുകൾ മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുകയുള്ളൂ. ആ ഒരൊറ്റ കാര്യം ഓർക്കുക. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി കണ്ട വീഡിയോയിൽ ഒരു ജ്യോത്സ്യൻ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്, ഭഗവാൻ നൽകുന്നത് എന്താണോ അത് സ്വീകരിക്കുക. പ്രതീക്ഷിക്കാതെ കിട്ടുന്നത് എന്തും നിങ്ങൾക്ക് സന്തോഷം നൽകുമെന്ന്. ശരിക്കും വളരെ ലളിതമായി ഇത് കേട്ടുകഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. അദ്ദേഹം പറയുന്നത് നല്ല കാര്യമാണ്. പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടുന്ന ഓരോ നന്മകളും കാര്യങ്ങളും നമുക്ക് അത്രമാത്രം സന്തോഷം നൽകും. പക്ഷെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അതിലേറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയൊരു കാര്യം, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മൂടി വെച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ശരിയാണ്, സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും നന്മ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും. മറ്റുള്ളവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അസുഖങ്ങൾ മാറുവാനും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കഷ്ടതകളൊക്കെ നീങ്ങുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. എല്ലാവർക്കും ആഗ്രഹങ്ങളും ആശകളും ഒക്കെയുണ്ട്. നമ്മുടെ എല്ലാം സ്വന്തം പ്രശ്നങ്ങൾ എത്രമാത്രം ആത്മാർത്ഥത ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? നമ്മുടെ പ്രശ്നങ്ങളും ആഗ്രഹങ്ങളും അത് നമ്മുടേത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ, അതിയായ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ച ശക്തിയോട് ആവശ്യപ്പെട്ടേ മതിയാകൂ. എന്നിരുന്നാൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ എന്ന് ഓർത്തുകൊള്ളുക. ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഭഗവാന്റെ പ്രിയ ഭക്തർക്ക് പ്രതീക്ഷിക്കാതെ ഒരുപാട് ഭാഗ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. പക്ഷേ അതും ഈ പറഞ്ഞ കാര്യവും തീർത്തും വ്യത്യസ്തമാണ്. രണ്ടും രണ്ട് തലങ്ങളിൽ സഞ്ചരിക്കേണ്ടവയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ വീഡിയോ കാണുന്ന ഓരോ ഭക്തജനങ്ങളും വ്യക്തികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ച ശക്തിയിലേക്ക്, ഭഗവാനിലേക്ക് നാം എന്ത് നൽകുന്നുവോ അവയാണ് നമുക്ക് തിരികെ ലഭിക്കുക. കർമ്മം എന്നൊന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അവയെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്ന് തീർത്തും നാം വിശ്വസിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ചാനൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവയുടെ വീഡിയോകളെല്ലാം ലഭിക്കുന്നതായിരിക്കും. ശരി, അപ്പോൾ തിരുമേനി പറഞ്ഞ ആ കാര്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് കരുതുന്നു. ഇനി പറയുവാനുള്ള കാര്യം, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുക്കുന്ന സമയം അത് എപ്പോൾ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. രാത്രിയാകാം, വൈകിട്ടാകാം, അതിരാവിലെയാകാം. അതിരാവിലെയാണ് ഏറ്റവും ശ്രേഷ്ഠം. എപ്പോൾ വേണമെങ്കിലും ആവട്ടെ, ഒന്ന് സ്വയം വിലയിരുത്തി നോക്കുക. ഞാൻ എന്താണ് പ്രാർത്ഥിക്കാറുള്ളത്, അല്ലെങ്കിൽ എന്തെല്ലാം ചിന്തകളാണ് ആ വേളയിൽ എന്റെ മനസ്സിലൂടെ കടന്നു പോകാറുള്ളത്, സ്ഥിരമായി കടന്നു പോകാറുള്ളത് എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക. 100% ഉറപ്പാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നേരത്ത് മനസ്സിലേക്ക് കടന്നു വരുന്ന 99% കാര്യങ്ങളും ഒട്ടും തന്നെയും
നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും. ഇത് എല്ലാവർക്കും ബാധകമല്ല. നിത്യേന യോഗ, മെഡിറ്റേഷൻ, ധ്യാനമൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായും പരിപൂർണമായ ശ്രദ്ധ തന്റെ പ്രവൃത്തികളിൽ, പ്രാർത്ഥനയായാലും മറ്റേത് പ്രവൃത്തികളുമായിക്കൊള്ളട്ടെ, അവർക്കതിൽ വ്യക്തമായ ശ്രദ്ധ കൊടുക്കുവാൻ സാധിക്കുന്നു. ശരിക്കും അവ നമ്മൾ സ്വയമേ ആർജിക്കേണ്ടവയാണ്. ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുവാൻ കഴിയുക എന്നത് അത് നിസ്സാര കാര്യമല്ല. ഈ ഒരു കഴിവ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതായി, ആഗ്രഹ പൂർത്തീകരണങ്ങൾ നേടുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഇതൊന്നും ഒരിക്കലും വെറുതെ പറയുന്ന കാര്യങ്ങളല്ല, തീർത്തും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്റെ ഈ ശബ്ദത്തിൽ ചെയ്യുന്ന പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഓരോ കാര്യവും അത്രമാത്രം പഠിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, അല്ലാതെ വെറുതെ വന്നിരുന്ന് പറയുന്നതല്ല. കൂടുതൽ അറിവുകൾ നേടുന്തോറും ഈ കാര്യങ്ങളിലെല്ലാം ഇനിയും ഭക്തജനങ്ങൾ നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നാറുണ്ട്. അതിയായ സങ്കടം തോന്നാറുണ്ട് ചില സമയത്ത്. ചിലരൊക്കെ കരഞ്ഞുകൊണ്ട് നിത്യേന പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് ഇടയാകും. എന്തുകൊണ്ടാണ് ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഫലം ലഭിക്കാത്തതെന്നൊക്കെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവയ്ക്കുള്ള ഉത്തരങ്ങളെല്ലാം നമ്മിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. 100% ഉറപ്പോടുകൂടി, ആത്മവിശ്വാസത്തോടു കൂടി ഒരു കാര്യം പറയാം, ഇത്തരം അറിവുകളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് മറ്റൊരിടത്തു നിന്ന് ലഭിക്കില്ല. കാരണം ഇത്തിരി പാടാണ് ഇവയെല്ലാം പഠിച്ച് വിശകലനം നടത്തി പറയുവാനായിട്ട്. ആയതുകൊണ്ട് തന്നെയും പറയുന്ന ഓരോ കാര്യങ്ങളും വ്യക്തമായി തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റിൽ അറിയിക്കുകയും ചെയ്യുക. കുറച്ചു മുമ്പ് നമ്മൾ പറയുകയുണ്ടായി, പ്രാർത്ഥിക്കുന്ന വേളയിൽ ഒരുപാട് കാര്യങ്ങൾ 99% ഭക്തജനങ്ങളുടെ മനസ്സിലേക്കും കയറി വരാറുണ്ട് എന്ന്. നിങ്ങൾ മനസ്സിന് ശാന്തി ലഭിക്കുവാനോ ഭഗവത് പ്രീതിക്കോ ഒക്കെ വേണ്ടിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നത് എങ്കിൽ ഇങ്ങനെ തന്നെ തുടർന്നു കൊള്ളുക. നിങ്ങൾക്ക് അത് ക്രമേണ നിയന്ത്രിക്കുവാനായി സാധിക്കും. ഭഗവാന്റെ രൂപങ്ങളും അന്ന് വായിച്ച ഗ്രന്ഥങ്ങളുടെ ദൃശ്യാവിഷ്കാരമൊക്കെയാവും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ്, പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ നിത്യേന രാവിലെയും വൈകിട്ടുമൊക്കെ പ്രാർത്ഥനയിൽ, ധ്യാനത്തിൽ ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. എന്താഗ്രഹമാണോ, ആവശ്യമാണോ, ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പരമാവധി ശ്രമിക്കുക. പരമാവധി ശ്രമിക്കും തോറും ശ്രദ്ധ അകന്നു പോകുവാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ശ്രമിക്കുക. ഇഷ്ടത്തോടെ, സന്തോഷത്തോടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഭഗവാന് സമർപ്പിക്കുക. മനസ്സിൽ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ തീർച്ചയായും അത് ദൃശ്യവൽക്കരിക്കുന്നതായി നിങ്ങൾക്ക് തന്നെ കാണുവാൻ കഴിയും. ഇത് എത്ര നേരം തുടരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇഷ്ടമാണ്. എത്രത്തോളം നമുക്ക് അതിൽ വ്യാപൃതനാകാൻ കഴിയുന്നുവോ അത്രത്തോളം ഇരിക്കുക. പരമാവധി മനസ്സിൽ കാണും തോറും അത് ലഭിക്കുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിങ്ങൾ ഈ പ്രപഞ്ച ശക്തിക്കാണ് അത് നൽകുന്നത്. ആ നൽകുന്ന കാര്യങ്ങൾ വ്യക്തമാണെങ്കിൽ ഒരിക്കലും ഭഗവാന്, ഈ പ്രപഞ്ച ശക്തിക്ക് അത് നിരസിക്കുവാൻ സാധിക്കുകയില്ല. തീർച്ചയായും ആ ഒരു ആവശ്യം അവർക്ക് അംഗീകരിച്ചേ മതിയാകൂ. നമുക്കത് നൽകിയേ മതിയാകൂ. അതാണ് പ്രപഞ്ച നിയമം എന്ന് പറയുന്നത്. ആയതിനാൽ എത്ര സമയം വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥനയിൽ മുഴുകാം. ഏതു നേരവും നിങ്ങൾക്കതിനെ തിരഞ്ഞെടുക്കാം. നമ്മുടെ മനസ്സും നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കുന്ന ചുറ്റുപാടുകളും എത്രത്തോളം ശാന്തവും സമാധാനവുമായിരിക്കുന്നുവോ അത്രത്തോളം നമുക്ക് പ്രാർത്ഥനകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായി സാധിക്കുന്നു. ശരി, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. എത്രത്തോളം നിങ്ങൾക്കിത് ഉൾക്കൊള്ളുവാനായി സാധിച്ചു എന്ന് അറിയില്ല. ഏതൊക്കെ രീതിയിൽ ലളിതമാക്കാമോ അങ്ങനെയൊക്കെ ലളിതമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ഈ വിഷയം മുഴുവനായും നിങ്ങൾ കേട്ടതിന് ശേഷം, കണ്ടതിന് ശേഷം എന്താണ് തോന്നിയത്, എന്തെല്ലാം അറിവുകളാണ് ലഭിച്ചത് എന്ന് തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത്, മടിക്കരുത്. ഇനി ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടാച്ചാൽ അതും എഴുതിക്കൊള്ളുക. തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഒരുപാട് കമന്റുകളൊക്കെ വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കുവാനായി സാധിച്ചില്ല എങ്കിൽ, നിങ്ങളുടെ കമന്റുകൾക്ക്, സംശയങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ തീർച്ചയായും മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ എങ്കിലുമെന്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടാൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് ഉടൻ തന്നെ അതിന് മറുപടി ലഭിക്കുന്നതായിരിക്കും. പിന്നെ അവസാനമായി ഒരു കാര്യം പറയുവാനുള്ളത്, ഈ ഒരു വീഡിയോയുടെ തുടർച്ച 2ാം ഭാഗം ഉടൻ തന്നെ ഉണ്ടാകും. കാരണം പ്രാർത്ഥനാ വേളകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിത്യേന ലളിതമായി നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ആർജിച്ചെടുക്കുവാനായി സാധിക്കുന്നതേയുള്ളൂ. അവ എന്തെല്ലാമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ അടുത്ത 2ാം ഭാഗത്തിൽ പറഞ്ഞു പോകാം. ഇപ്പോൾ സമയത്തിന്റെ ദൈർഘ്യം മൂലം ഇവിടെ വെച്ച് നിർത്തുന്നു.
ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്ത സ്മിത എന്ന നാമധേയത്തിലുള്ള ആൻറ്റിക്കും ആൻറ്റിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താഗ്രഹം പ്രതിയാണോ ഈ പ്രാർത്ഥനാ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അതും എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ കൂട്ടായ്മയിലേക്ക് യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ഓരോ ഭക്തജനങ്ങളും വ്യക്തികളും വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി മറ്റുള്ള ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചു നൽകുകയും ചെയ്യുക. കാരണം നമുക്ക് ലഭിക്കുന്ന ഓരോ അറിവുകളും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്താൽ അതിൽ പരം ശ്രേഷ്ഠത മഹത്വം വേറെ ഒന്നിനുമില്ല. ആയതിനാൽ തീർച്ചയായും മറ്റുള്ളവർക്ക് എത്തിച്ചു നൽകാട്ടോ. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളും ഇത്തരത്തിലുള്ള കൂടുതൽ അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഓരോന്നും പഠിച്ചിട്ടേ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനാലാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ വൈകുന്നത്. എങ്കിൽ പോലും നമ്മുടെ എങ്കിലിമെന്റ് കൃഷ്ണ ടീമിലുള്ളവർ എല്ലാ ദിവസവും മറ്റുള്ള വീഡിയോകൾ ഇടുന്നുണ്ട്. അവ തീർച്ചയായും കാണുക. കൂടെ ഞാനും വീഡിയോകൾ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കൂടുതലായൊന്നും പറയുന്നില്ല. കാണാം. ബാക്കിയെല്ലാം നന്ദി, നമസ്കാരം.